കഥയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ റോഡിലൂടെ കാർ ഓടിച്ചങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവൾ അവളുടെ ബോയ് ഫ്രണ്ടിനെ കാണാനായിട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് തന്നെ ബോയ് ഫ്രണ്ടിന് മെസ്സേജ് ഇടുന്നുണ്ട്. പോകുന്ന വഴിക്കെല്ലാം അവൾ ഓരോ സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് അവിടെ പുറത്തിറങ്ങിയിട്ട് ഓരോ ഫോട്ടോ ആയിട്ട് എടുക്കുന്നുണ്ട്. ആ ഫോട്ടോ എല്ലാം ബോയ് ഫ്രണ്ടിന് അയച്ചു കൊടുക്കുന്നുമുണ്ട്. അതുപോലെ ഒരു സ്ഥലത്ത് അവൾ ചെന്നിറങ്ങുമ്പോഴേക്കും അവിടെ എന്തോ പട്ടിയോ നായോ എന്തോ ചത്ത് കിടന്നിട്ട് അതങ്ങനെ പുഴുത്ത് കിടക്കുകയാണ്. ഇത് കണ്ട് പേടിച്ചിട്ട് അവൾ പെട്ടെന്ന് തന്നെ കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ കുറെ ദൂരം പോകുമ്പോൾ അവൾ ഒരു കട കാണുന്നുണ്ട്. അതായത് വണ്ടിയിലൊക്കെ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരില്ലേ, അതേപോലെ ഒരു മനുഷ്യൻ. അവിടെ തന്നെ ഒരു മുത്തപ്പൻ ഇരിപ്പുണ്ട്. അവൾ കാറൊക്കെ ഒതുക്കിയിട്ടിട്ട് ഓരോ സാധനങ്ങളൊക്കെ ചെന്ന് നോക്കാണ് എന്തേലും ബോയ് ഫ്രണ്ടിന് കൊടുക്കാൻ പറ്റുമോ എന്ന് അറിയാനായിട്ട്. പക്ഷെ അവൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും അവൾ കാർ എടുത്തിട്ട് വീണ്ടും യാത്ര തിരിക്കും. അങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ അവള് ബോയ് ഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ നിന്നെ കാണാനായിട്ട് വരുവാണ്, നീ അവിടെ എന്ത് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവൾ ഈ ഫോണിൽ ശ്രദ്ധിച്ചു പോകുമ്പോഴായിരിക്കും ഇവളുടെ വണ്ടിക്ക് കുറുകെ ഒരാളെടുത്ത് ചാടുന്നത്. പെട്ടെന്ന് അവൾ റോഡിലോട്ട് നോക്കുമ്പോൾ അയാളെയാണ് കാണുന്നത്. പക്ഷേ വണ്ടി തട്ടുന്നൊന്നുമില്ല. അവൾ എങ്ങനെയൊക്കെ വെട്ടി മാറ്റുന്നുണ്ട്. എന്നാൽ അയാൾ സോംബിയെ പോലെ താഴെ വീണ് പോകുകയാണ്. എന്നാൽ അതൊരു സോംബിയല്ല. അവള് സൈഡിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാവട്ടെ ഒരു വണ്ടി നിറച്ച ആൾക്കാർ ഒരു മനുഷ്യനെ വെട്ടാൻ ഓടിക്കുന്നു. ഈ വണ്ടിക്ക് മുന്നേ ഓടുന്ന ആൾക്ക് വേഗതയിൽ ഓടാൻ സാധിക്കുന്നില്ല. പിറകെ വന്നവന്മാർ എന്താ ചെയ്യുന്നറിയാമോ? ആ വണ്ടി വെച്ച് തന്നെ മുമ്പേ ഓടിയ മനുഷ്യനെ വണ്ടി കയറ്റി കൊന്നു കളയാണ്. അതുപോലെ തന്നെ നമ്മുടെ നായികയുടെ പേര് പറഞ്ഞില്ലല്ലോ, അവളുടെ പേര് സോയി എന്നാണ്. ഇപ്പൊ സോയി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവള് വണ്ടി എത്രയും പെട്ടെന്ന് തന്നെ പിന്നിലോട്ട് എടുക്കുകയാണ്. എന്നിട്ട് വണ്ടിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആ റോഡിൽ കിടക്കുന്ന ആളെ വണ്ടിയിലോട്ട് കയറ്റാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് അയാളെ വണ്ടിയിൽ വലിച്ചു കയറ്റുന്നുണ്ട്. എന്നിട്ട് അവൾ അവളുടെ വണ്ടി എടുക്കാനായിട്ട് വരുമ്പോഴേക്കും അവന്മാർ അവിടെ എത്തിക്കഴിഞ്ഞു. അവന്മാർ വന്നിട്ട് ആ വണ്ടിയുടെ ഡോറൊക്കെ അടച്ചു കളയാണ്. അവൾക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധിക്കത്തില്ല. അതിലൊരുത്തൻ, അതായത് ഈ കൂട്ടത്തോടെ വന്ന ഒരുത്തൻ ഈ കാറിന്റെ അകത്ത് കൊണ്ടിട്ടവനെ കുത്തി കുത്തി കൊന്നു കളയാണ്. അതും സോയിയുടെ മുമ്പിൽ വെച്ച് തന്നെ. സോയിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവിടെ നിന്നാൽ അവളെയും അവന്മാർ കൊന്നു കളയാന്ന്. അതുകൊണ്ട് തന്നെ അവൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ഓടുകയാണ്, കാട്ടിലോട്ട് ഓടും. എന്നാൽ അവന്മാരുടെ കൂട്ടത്തിൽ തന്നെ തോക്കുള്ളവന്മാരൊക്കെ ഉണ്ട്. അവന്മാര് തോക്ക് എടുത്തിട്ട് സോയിക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. ഒന്ന് രണ്ട് വെടിയൊന്നും കൊള്ളത്തില്ല. എന്നാൽ അവസാനത്തെ വെടി അവളുടെ കാലിൽ കൊള്ളുകയാണ്. അവള് വെടി കൊണ്ട് താഴെ വീഴും. പിന്നീട് കുറെ സമയത്തിന് ശേഷമായിരിക്കും അവൾക്ക് ബോധം വരുന്നത്. അവള് ബോധം വന്ന് നോക്കുമ്പോൾ ആരും ഇല്ലാത്തൊരു പ്രദേശത്തുള്ള ഷെഡിലാണ്. അവിടെ തന്നെ അവന്മാരെല്ലാരും നിൽപ്പുണ്ട്. അവന്മാരെ അവളെ റേപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവളെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. ഇവളുടെ കൈയാണെങ്കിൽ, അതായത് കൈയും കാലും മുള്ളുവേലിക്കാണ് കെട്ടിവെച്ചേക്കുന്നത്. ഒന്ന് ജസ്റ്റ് വലിഞ്ഞാൽ തന്നെ കൈയെല്ലാം കീറിപ്പോവും. അതുകൊണ്ട് തന്നെ അവൾക്ക് അനങ്ങാനൊന്നും പറ്റുന്നില്ല. ഇവന്മാരെല്ലാരും കൂടെ മാറി മാറി അവളെ ഉപദ്രവിക്കുകയാണ്. ഇതേ നേരം തന്നെ സോയുടെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഇവളുടെ മെസ്സേജ് ഒന്നും കാണാത്തത് കൊണ്ട് തന്നെ ഇവൾ അവസാനം അയച്ച ഫോട്ടോയൊക്കെ ചെക്ക് ചെയ്യാണ്. അങ്ങനെ അത് ചെക്ക് ചെയ്യുമ്പോൾ അവന് ഇവള് ലാസ്റ്റ് ആയിട്ട് വന്ന സ്ഥലപ്പേര് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് ഇവളെ ഫോൺ വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ പോലീസിന് ഒരു കംപ്ലൈന്റ് കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കംപ്ലൈന്റും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സോയിനെ കാണിക്കുകയാണെങ്കിൽ സോയിനെ റേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലൊരുത്തൻ ഒരു സൈക്കോയാണ്. അവനാണെങ്കിൽ ഒരു അലമാര തുറന്നിട്ട് കുറെ അധികം തലയോട്ടികളൊക്കെ സോയിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എവന്റെ മുത്തച്ഛനും ഇതുപോലൊരു ഭ്രാന്തനായിരുന്നു. പാവപ്പെട്ട മനുഷ്യരെയൊക്കെ കൊല്ലുമായിരുന്നു. അങ്ങനെ ഏതൊക്കെ യുദ്ധത്തിന് പോയിട്ട് കുറെ അധികം മനുഷ്യരെ കൊന്നു. അവരുടെ തലയോട്ടിയാണ് ഈ കൊണ്ടുവച്ചേക്കുന്നത്. ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവനൊരു ആനന്ദം കൊള്ളുകയാണ്. അതൊരു ഭ്രാന്തനാണ് അവൻ. അവന്റെ കുടുംബത്തോടെ ഭ്രാന്തനാണ്. കാരണം അവന്റെ കൂടെയുള്ള എല്ലാരും അവന്റെ സഹോദരങ്ങളാണ്. എന്തായാലും ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇവന്മാരെല്ലാരും കൂടെ അവിടെ തന്നെ ഒരു വീടുണ്ട്. ആ വീടിനുള്ളിൽ പോയി കാട് കളിക്കുകയാണ്. കാട് കളിക്കുന്ന നേരത്ത് ഇവന്മാരുടെ ഇടയിൽ തന്നെ തർക്കമുണ്ട്. അതായത് സോയിനെ കൊല്ലാതെ വെച്ച് റേപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ഒറ്റയടിക്ക് കൊന്നു കളയണോന്ന്. അങ്ങനെ ഇവന്മാര് തമ്മിൽ തർക്കമായിട്ട് അവസാനം കാട് കളിച്ച് ആരാണോ ജയിക്കുന്നത് അവരുടെ തീരുമാനം പോലെ തന്നെ എടുക്കാന്ന് പറയും. അവസാനം കാട് കളിച്ച് അതിനകത്തൊരു മുടിയനുണ്ട്. അവൻ ജയിക്കുകയാണ്. അവന്റെ ആഗ്രഹം ഒറ്റയടിക്ക് തന്നെ സോയിനെ കൊല്ലാനായിട്ടാണ്. ഇതേ നേരം തന്നെ സോയി എന്ത് ചെയ്യാന്ന് നോക്കിയാൽ അവൾക്ക് ഇവിടെ നിൽക്കാനായിട്ട് ഒട്ടും മനസ്സ് വരുന്നില്ല. ഇത്രയധികം ഉപദ്രവിച്ച് അവളെ കൊല്ലാറാക്കിയിട്ടേക്കാണ്. പക്ഷെ അതൊന്നും അവള് മൈൻഡ് ചെയ്യാതെ അവളുടെ കൈയെല്ലാം കൂടെ അവള് വലിഞ്ഞു കീറാനായിട്ട് തുടങ്ങും. അതായത് അവളിങ്ങനെ വലിച്ചെടുക്കുകയാണ് കൈ. അവളുടെ കൈ മുള്ളുവേലിയിൽ കെട്ടിയിട്ടേക്കുമല്ലേ. വലിച്ചെടുക്കുന്ന നേരത്ത് ഈ മുള്ളുവേലിയിൽ കെട്ടിയിട്ടേക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ കൈയെല്ലാം നല്ല രീതിയിൽ വലിഞ്ഞു കീറുന്നുണ്ട്. പക്ഷേ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. എങ്ങനെയൊക്കെ വലിഞ്ഞു കീറി അവളുടെ കാലിൽ ആ ഒരു മുള്ളുവേലി ഇളക്കി കളഞ്ഞിട്ട് അവൾ പുറത്തോട്ട് ഇറങ്ങി വരും. എന്നാൽ അവൾ പുറത്തോട്ട് വരുമ്പോൾ മുടിയനാണെങ്കിൽ ഒരു കത്തിയായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ട് പേടിച്ചിട്ട് അവൾ അവിടെ നോടാനായിട്ട് തുടങ്ങുകയാണ്. മുടിയൻ വിടത്തില്ല. അവളുടെ പിന്നാലെ തന്നെ ഓടിച്ചെല്ലും. അവളെ പിടിക്കുകയും കൂടെ ചെയ്യും. എന്നിട്ട് അവൾ ആ കത്തിക്ക് പലതവണയായിട്ട് കുത്തി കുത്തി കൊന്നുകളയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഈ സൈക്കോകളുടെ കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട പയ്യനുണ്ട്. എമാരുടെ എല്ലാവരുടെയും അനിയനാണ്. അവൻ ഒരിക്കലും ഒരു സൈക്കോ അല്ല. ഇതെല്ലാം കണ്ട് പേടിച്ച് കുറച്ച് അങ്ങനെ നിൽപ്പുണ്ട്. പിറ്റേ ദിവസം ആകുമ്പോൾ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ സോയിനെ തപ്പി ഇറങ്ങിയിട്ടുണ്ട്. അവൻ ആ വഴി വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ നമ്മൾ ആദ്യം ഒരു മുത്തപ്പനെ കണ്ടില്ലേ, അതായത് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനാണെങ്കിൽ ആ മരുഭൂമിയിലൂടെ ഒരു പട്ടിനെ കൊണ്ട് നടക്കുമ്പോൾ ഈ പട്ടിയാണെങ്കിൽ സോയിനെ കുഴിച്ചിട്ടേക്കുന്ന സ്ഥലത്ത് ഓടി വരികയാണ്. അയാൾ വന്ന് മാന്തി നോക്കുമ്പോൾ സോയിന്റെ ബോഡി കാണാം. പെട്ടെന്ന് തന്നെ സോയിന്റെ ബോഡിനെ മാന്തി എടുത്തിട്ട് അവളുടെ വായിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എവിടെയെങ്കിലും കുറച്ച് ജീവൻ ഉണ്ടെങ്കിലോ. എന്നാൽ അവൾക്ക് ജീവനൊന്നുമില്ല. അവൾ മരണപ്പെട്ടു പോയി. പക്ഷേ ഈ അപ്പാപ്പനാണെങ്കിൽ സോയിനെ എടുത്തുകൊണ്ട് അയാളുടെ വണ്ടിയുടെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് എന്തൊക്കെയോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അയാൾ ഒരു തീയും കൂട്ടിയിട്ടിട്ട് അതിന്റെ ചുറ്റും കിടന്ന് ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയോ
എന്തൊക്കെയോ ദുർമന്ത്രവാദങ്ങൾ ചെയ്യുന്നുണ്ട്. അവസാനം മന്ത്രവാദം ചെയ്ത് അവൾക്ക് ജീവൻ തിരിച്ചു വന്നു. പക്ഷേ അവളുടെ ഉള്ളിൽ എന്തോ ഒരു പ്രേതം കൂടെ കയറിയിട്ടുണ്ട്, എന്തോ ഒരു സാത്താൻ കൂടെ കയറിയിട്ടുണ്ട്. ആ സാത്താൻ അവളുടെ ശരീരത്തിനുള്ളിൽ കയറിയിട്ട് ആകാശത്തോട്ട് പൊങ്ങാണ്. എന്നിട്ട് ആ സാത്താൻ വിളിച്ചു പറയുന്നുണ്ട് എവളെ ഉപദ്രവിച്ച എല്ലാരെയും ആ സാത്താൻ നരകത്തിലോട്ട് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ ഈ സാത്താൻ എണീറ്റപ്പോ മുത്തപ്പന് ഒറ്റ അടിയാണ്. മുത്തപ്പ തെറിച്ചു വീഴുന്നുണ്ട്. പക്ഷെ മുത്തപ്പൻ വിടത്തില്ല, വീണ്ടും എണീറ്റ് വരികയാണ്. എന്നിട്ട് ഈ മുത്തപ്പനാണെങ്കിൽ ആ സാത്താന് എങ്ങനെയൊക്കെ അടിച്ച് മയക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ സോയിന് എത്ര തപ്പിയിട്ടും കിട്ടാത്തത് കൊണ്ട് തന്നെ അവിടത്തെ ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്. അങ്ങനെ അവൻ ആ റൂമിൽ റെസ്റ്റ് എടുക്കുകയാണ്. അവന് നല്ല വിഷമമുണ്ട്. സോയിനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല, അവൾ എവിടാണെന്നും അറിയാൻ പാടില്ല. വീണ്ടും സോയിനെ കാണിക്കുകയാണെങ്കിൽ അവൾക്ക് ബോധം വന്നിട്ടുണ്ട്. പക്ഷെ അവൾക്ക് അറിയത്തില്ല അവൾ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന്. അവൾ മരണപ്പെട്ടു പോയതല്ലേ കുത്തുകൊണ്ടിട്ട്. പക്ഷേ അവൾക്ക് ജീവനുണ്ട്. അവൾ പതിയെ എണീറ്റ് നടക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ നടന്ന് സിറ്റിയിൽ എത്തിപ്പെടുകയാണ്. അവിടെ തന്നെ ഒരു ഫോൺ കാണുന്നുണ്ട്. ആ ഫോൺ എടുത്തിട്ട് അവൾ കോൾ ചെയ്യാനായിട്ട് തുടങ്ങും. പോലീസിനെ വിളിക്കുമ്പോൾ ഇവൾക്കൊരു പ്രശ്നമുണ്ട്. അതായത് അവൾക്ക് സംസാരിക്കാനായിട്ട് സാധിക്കത്തില്ല. ഇവളൊരു ഊമയാണ്. അതുകൊണ്ട് തന്നെ ശബ്ദം ഉണ്ടാക്കാനായിട്ട് കഴിയുന്നുള്ളൂ. പക്ഷെ പോലീസുകാർക്ക് ശബ്ദം വെച്ച് മനസ്സിലാവോ? ഇല്ല, അവർ കട്ട് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ സോയി ബോയ് ഫ്രണ്ടിനെ വിളിയും. ശബ്ദം വെച്ച് ബോയ് ഫ്രണ്ടിനോട് സംസാരിക്കും. ബോയ് ഫ്രണ്ടിന് ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുകയാണ് അത് സോയി ആണെന്നുള്ള കാര്യം. ബോയ് ഫ്രണ്ട് അവൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് അത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ശബ്ദം ഉണ്ടാക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. എന്തെങ്കിലും വിളിച്ചു കൂവാനോ അല്ലെങ്കിൽ കരയാനോ അങ്ങനെയൊക്കെ സാധിക്കത്തുള്ളൂ. ഇപ്പൊ ആർക്കെങ്കിലും ഫോൺ കൊടുത്താല് അവര് പറയുന്നതനുസരിച്ച് ബോയ് ഫ്രണ്ടിന് ആ സ്ഥലപ്പേര് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ തൊട്ടടുത്തൊന്നും ആരും ഇല്ല. ഇവൾ ഈ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ടൊരു പോലീസുകാരൻ വരുന്നത്. ഇവൾ ഇത് കണ്ട് സന്തോഷപ്പെട്ടിട്ട് ആ പോലീസുകാരന്റെ അടുത്തോട്ട് നടന്നു ചെല്ലാനായിട്ട് നിൽക്കുമ്പോഴായിരിക്കും അവൾ ആ പോലീസുകാരന്റെ മുഖം കാണുന്നത്. അത് മറ്റാരും അല്ല, അവളെ കുറെ ആൾക്കാർ ഉപദ്രവിച്ചില്ലേ, ആ കൂട്ടത്തിലുള്ള ഒരുത്തനാണ് അവൻ. സോ ഇത് കണ്ടൊന്ന് ഞെട്ടി വിറച്ച് നിന്ന് പോവാണ്. എന്നാൽ ആ പോലീസുകാരൻ സോയിനെ കാണുന്നില്ല. അവനാണെങ്കിൽ പതിയെ നടന്ന് തൊട്ടടുത്ത് തന്നെ ഒരു ബാർ ഉണ്ടായിരുന്നു. ആ ബാറിനുള്ളിൽ കയറിപ്പോയി ഇരുന്ന് കുടിക്കുകയാണ്. കുടിക്കുന്ന മാത്രമല്ല, ഈ നാട്ടിൽ മൊത്തം അറിഞ്ഞിട്ടുണ്ട് ഒരു പെൺകുട്ടി ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട്, എന്നാൽ കാണാതെ പോയിട്ടുണ്ടെന്ന്. ആ പെൺകുട്ടി മറ്റാരുമല്ല, നമ്മുടെ സോയിയാണ്. സോയിനെ പറ്റി സംസാരിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആരെങ്കിലും വെറുതെ വിടുവോ? അവളെ ഉപദ്രവിക്കാനായിട്ടല്ലേ നോക്കൂ. അങ്ങനെയൊക്കെ ഓരോ വൃത്തികെട്ട വർത്തമാനങ്ങൾ പറയുകയാണ്. ഇതൊക്കെ കേട്ട് ആ ബാർ നടത്തുന്ന ആളും അങ്ങനെ ഇരിക്കുകയാണ്. എല്ലാം സൈക്കോകളാണ്. എന്നാൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ സോയി അകത്തോട്ട് കയറി വരുന്നത്. എന്നാൽ അവൾക്ക് എന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ട്. അവൾ അടുത്ത് വന്ന് അങ്ങനെ നിൽക്കുകയാണ്. ബാർ ഓണറും ഇത് കണ്ട് പേടിച്ചു പോകുന്നുണ്ട്. പോലീസുകാരൻ പതിയെ തിരിഞ്ഞു നോക്കുമ്പോൾ സോയി ഇതാ ജീവനോടെ നിൽക്കുന്നു. കഴിഞ്ഞ രാത്രി കൊന്ന് കുഴിച്ചു മൂടിയ പെൺകുട്ടി മുമ്പിൽ അങ്ങനെ നിൽക്കുന്നു. ഇത് കണ്ട് പേടിച്ച പോലീസുകാരനാണെങ്കിൽ അവൾ ആക്രമിക്കാനായിട്ട് നിൽക്കുമ്പോൾ അവൾ വെറുതെ വിടത്തില്ല. അവൾക്ക് എന്തോ സൂപ്പർ പവർ കിട്ടിയതുപോലെ അവൾ പോലീസുകാരനെ അടിച്ച് നശിപ്പിക്കാനായിട്ട് തുടങ്ങും. എന്നാൽ ഇത് കണ്ടുകൊണ്ട് ബാർ ഓണറും അതുപോലെ തന്നെ ബാറിലുള്ള ഒരുത്തനും നിൽക്കത്തില്ല. അവര് സോയിനെ ആക്രമിക്കാനായിട്ട് വരുമ്പോൾ സോയി വെറുതെ വിടത്തില്ല. അവന്മാരെയും തിരിച്ചു ഉപദ്രവിക്കുകയാണ്, അവന്മാരെ കൊന്നുകളയാണ്. എന്നിട്ട് ഈ പോലീസുകാരന്റെ അന്ത്യം വെറുതെ ഒന്നുമല്ല, അവന്റെ വയറിലൊരു മുറിവുണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ആ മുറിവിലൂടെ അവന്റെ കുടൽമാല പുറത്തോട്ട് വലിച്ചെടുക്കുകയാണ്. അങ്ങനെ വലിച്ചിട്ടാണ് അവനെ കൊന്നുകളയുന്നത്. വളരെയധികം ബ്രൂട്ടലായിട്ടാണ് അവനെ കൊന്നുകളയുന്നത്. കട്ട് ചെയ്താൽ അടുത്ത സീനിൽ ബോയ് ഫ്രണ്ടിനെയാണ് കാണിക്കുന്നത്. ബോയ് ഫ്രണ്ടിന് എങ്ങനെയൊക്കെയോ സോയിയുടെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. കാരണം സോയി ഈ ഫോണിൽ നിന്നല്ലേ ഫോൺ വിളിച്ചത്. അങ്ങനെ ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ചുറ്റും പോലീസുകാർ. അതിന്റെ അകത്ത് വല്ല സോയി ഉണ്ടോന്ന് അറിയാനായിട്ട് അകത്തോട്ട് ഓടിക്കയറാനായിട്ട് നിൽക്കുമ്പോൾ അവിടെയുള്ള ഷെരീഫ് സമ്മതിക്കത്തില്ല. ഷെരീഫിനോട് കാര്യം പറയും, ഇതുപോലൊരു പെൺകുട്ടി കാണാതെ പോയിട്ടുണ്ട്, അവൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരണമെന്ന്. ഷെരീഫ് നാളെ പോലീസ് സ്റ്റേഷനിൽ വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്തായാലും അവൻ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് മറ്റേ സൈക്കോകൾ എല്ലാരും കൂടെ വരുന്നത്. അവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തനല്ലേ മരണപ്പെട്ടു പോയത്, അവന്മാരുടെ സഹോദരനാണ്. അപ്പൊ എമാര് വന്ന് ആ ബോഡി നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ മനസ്സിലാവും എമാരുടെ കൂട്ടത്തിലുള്ളവൻ തന്നെയാണ് മരണപ്പെട്ടു പോയെന്ന്. പക്ഷെ ആരാണ് കൊന്നത്, എന്താണ് സംഭവിച്ചത് ഒന്നും അറിയാനായിട്ട് പാടില്ല. ഇപ്പം നമ്മുടെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ എമാരുടെ അടുത്തോട്ട് ചെന്നിട്ട് സോയിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. എന്നിട്ട് സോയിനെ അറിയാമെന്നൊക്കെ ചോദിക്കുമ്പോൾ എമാര് കള്ളം പറയാണ്, അറിയത്തില്ല എന്ന്. പക്ഷേ ബോയ് ഫ്രണ്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് കുറച്ചു നേരം മുമ്പ് സോയി അവനെ വിളിച്ചായിരുന്നു, ബോയ് ഫ്രണ്ടിനെ വിളിച്ചായിരുന്നു. പക്ഷെ എവിടാണെന്ന് അറിയാനായിട്ട് പാടില്ല, നിങ്ങൾ വല്ലതും കണ്ടിട്ടുണ്ടോന്ന്. ഇത് കേൾക്കുമ്പോൾ യവന്മാർക്ക് എന്തോ പോലെ ആവുകയാണ്. യവന്മാര് കൊന്ന് കുഴിച്ചു മൂടിയ പെൺകുട്ടി എങ്ങനെ അവനെ വിളിച്ചു, ഞങ്ങൾ ഇങ്ങനത്തെ പെൺകുട്ടീനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവന്മാര് ബോയ് ഫ്രണ്ടുമായിട്ട് വഴക്കുണ്ടാക്കാനായിട്ട് വരികയാണ്. ബോയ് ഫ്രണ്ടിനെ കുത്തിക്കൊല്ലാനായിട്ടൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഷെരീഫ് വന്ന് പിടിച്ചു മാറ്റി ബോയ് ഫ്രണ്ടിനെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോവാണ്. യവന്മാരാണെങ്കിൽ ആകെ കിളി പാറി വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോകും. പിന്നീട് ഷെരീഫും അതുപോലെ തന്നെ ബോയ് ഫ്രണ്ട് സംസാരിക്കുന്നുണ്ട്. ഗേൾ ഫ്രണ്ടിനെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം, നിങ്ങൾ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മുടെ സോയി ഏതോ ഒരു ഷെഡിൽ കണ്ണ് തുറന്നിട്ടുണ്ട്. അവളുടെ ഉള്ളിൽ സാത്താനുണ്ട്. ആ സാത്താനാണ് അവളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. എന്നാൽ അവളെ ഉപദ്രവിച്ചവന്മാരെ തന്നെയല്ലേ ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും അവളെ എണീക്കുമ്പോൾ അവിടെ ഒരു കണ്ണാടിയുണ്ട്. ഏതോ ഒരു ഷെഡിലാണ് അവൾ കണ്ണ് തുറന്നിരിക്കുന്നത്. ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ അവളുടെ രൂപം കണ്ടിട്ട് അവൾക്ക് തന്നെ സങ്കടം തോന്നുകയാണ്. അവന്മാരെ ദേഹം എല്ലാം വലിച്ചു കീറി വെച്ചിട്ടുണ്ട്, മുഖത്തെല്ലാം ഒരുപാട് അടി പറ്റിയിട്ടുണ്ട്. അവൾ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ അവൾക്കൊരു റേഡിയോ കിട്ടുന്നുണ്ട്. ആ റേഡിയോ ഓൺ ആവുന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഓണാക്കി നോക്കുകയാണ്. ഇടയ്ക്ക് ആ റേഡിയോയിൽ നല്ല ശബ്ദം വരുമ്പോൾ അവൾ പേടിക്കുന്നുണ്ട്. പെട്ടെന്നായിരിക്കും തൊട്ട് സൈഡിൽ ഒരു കർട്ടൺ ഉണ്ടായിരുന്നു. ആ കർട്ടൺ അങ്ങ് മാറുക, ഓട്ടോമാറ്റിക് ആയിട്ട് മാറുക. അവൾ
അവൾക്ക് സാത്താൻ വഴികാട്ടി കൊടുക്കുന്നതാണ്. ഏതൊരു പ്രേതമാണത്. അവിടെ നോക്കുമ്പോൾ കുറേയധികം ആയുധങ്ങൾ ഇരിപ്പുണ്ട്, പലതരത്തിലുള്ള ആയുധങ്ങൾ. എന്തായാലും അവൾ അതൊക്കെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ സൈക്കോകൾ എന്ത് ചെയ്യാന്ന് നോക്കിയാൽ അവന്മാരെല്ലാരും കൂടെ സോയിനെ കുഴിച്ചിട്ടെടുത്ത് വന്ന് നോക്കും. എന്നാൽ അവിടെ വന്ന് നോക്കുമ്പോൾ കുറേയധികം പുഴു മാത്രമേ ഉള്ളൂ. അതായത് ബ്ലഡ് വീഴുന്ന സ്ഥലത്ത് കുറേയധികം പുഴുക്കൾ മാത്രം. സോയിനെ കാണാനായിട്ടില്ല. ഇവരുടെ കൂട്ടത്തിൽ തന്നെ ആ ഒരു പാവപ്പെട്ട പയ്യനുണ്ട്. അവൻ ആൾക്കാരെ ഉപദ്രവിക്കുന്നതൊന്നും ഇഷ്ടമല്ല, അവനെ കൊണ്ട് കഴിയില്ല. അവൻ പാവപ്പെട്ട സാധാരണ ഒരു മനുഷ്യനാണ്. എന്നാൽ യവന്മാരാണെങ്കിൽ സൈക്കോകളാണ്. ഇപ്പൊ യവന്മാർക്ക് ഡൗട്ട് ആവുന്നുണ്ട്, അതായത് ഇനിയിപ്പോ സോയി ആണെങ്കിലോ ജീവനോടെ വന്നിട്ട് ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ കൊല്ലുന്നത്. അതുകൊണ്ട് തന്നെ സോയി ജീവനോടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവന്മാരെല്ലാരും കൂടെ യവന്മാരുടെ ഒളിത്താവളത്തിൽ വരികയാണ് ആയുധങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട്. അതിലൊരുത്തനാണെങ്കിൽ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ എടുക്കാനായിട്ട് വേറൊരു ഒളിത്താവളത്തിൽ വരുന്നുണ്ട്. അവിടെ വന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവൻ കാറിൽ വന്ന് കയറാനായിട്ട് നിൽക്കുമ്പോൾ കാറിൽ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു വെച്ചേക്കാണ്. കാർ എടുത്തോണ്ട് പോകാനായിട്ട് പറ്റത്തില്ല, കാരണം കാറിൽ ആരൊക്കെ അമ്പും വില്ലും എറിഞ്ഞു കളിച്ചിട്ടുണ്ട്, അതായത് വലിച്ചു വിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പൊ കാർ എടുത്തോണ്ട് പോകാനായിട്ട് പറ്റത്തില്ല. അവൻ ഇത് കണ്ട് അന്തം വിട്ട് നിൽക്കുമ്പോഴായിരിക്കും അവന്റെ മുതുകത്തൊരു അമ്പും വില്ല് വന്ന് കയറുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ സോയിയാണ്. സോയിനെ കണ്ടവനാകെ ഞെട്ടിപ്പോവാണ്. പക്ഷെ സോയി വെറുതെ വിടത്തില്ല. പലതവണയായിട്ട് അവന്റെ നേരെ ആ അമ്പും വില്ലും ഷൂട്ട് ചെയ്യാണ്. അവസാനം ഷൂട്ട് ചെയ്ത് അവന്റെ തലയ്ക്ക് തന്നെ ഷൂട്ട് ചെയ്ത് അവനെ കൊന്നു കളയുന്നുണ്ട്. ഇതേ നേരം തന്നെ മറ്റവന്മാരാണെങ്കിൽ ആ സൈക്കോകളെല്ലാം കൂടെ എന്തൊക്കെ സാധനങ്ങളൊക്കെ വാരി, അതായത് ആയുധങ്ങളൊക്കെ വാരി വണ്ടിയിൽ കയറ്റുന്നുണ്ട്. എന്നിട്ട് പോകാനായിട്ട് നിൽക്കുമ്പോൾ ഇതുവരെ മറ്റവൻ തിരിച്ചു വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവന്റെ അടുത്തോട്ട് പോകാന്ന് വിചാരിച്ചിട്ട് സൈക്കോകളെല്ലാം കൂടെ അവന്റെ അടുത്ത് വരും. എന്നാൽ അവിടെ വന്ന് നോക്കുമ്പോഴാവട്ടെ അവൻ മരണപ്പെട്ട് കിടക്കുന്നു. ഇപ്പൊ ഇവനെ കാണാനായിട്ട് ഒരുത്തൻ മാത്രമേ വന്നിട്ടുള്ളൂ, ഒരു സൈക്കോ മാത്രമേ വന്നിട്ടുള്ളൂ. അവൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ബാക്കിയുള്ള സൈക്കോകളുടെ അടുത്തൂടെ പറയും. ഇവന്മാർക്ക് എല്ലാവർക്കും നല്ല പേടിയാവുന്നുണ്ട്. ഒരു പെൺകുട്ടീനെ കൊണ്ട് ഇത്രയും ക്രൂരമായിട്ട് ഒരാളെ കൊല്ലാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ ഇത്രയും വലിപ്പമുള്ള ഒരു ആണിനെ ഒരു പെണ്ണിനെ കൊല്ലാനായിട്ട് സാധിക്കുമോ? ആ ഒരു ഡൗട്ടിലാണ്. ഇനി വല്ല പ്രേതോ ഭൂതോ വേറെന്തെങ്കിലും സാത്താനോ അങ്ങനെ വല്ലതൊക്കെയാണ് അവന്മാരെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നതെന്നാണ് യവന്മാർ കരുതുക. യവന്മാർക്ക് അറിയത്തില്ല സോയി ജീവനോടുണ്ടോന്ന്. യവന്മാർ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് സോയിന് എന്തോ പട്ടിയോ നായോ അങ്ങനത്തെ വല്ല മൃഗങ്ങളും അവരുടെ ബോഡി എടുത്തോണ്ട് പോയതായിരിക്കും എന്നാണ്, അതായത് അവർക്ക് കഴിക്കാനായിട്ട് എടുത്തോണ്ട് പോയതായിരിക്കും എന്നാണ്. ഇതേ നേരം തന്നെ സോയി അവനെ കൊന്നിട്ട് കാട്ടിലൂടെ നടന്നിട്ട് ഒരു ഷെഡിൽ തിരിച്ചു വരികയാണ്. അവൾ ആദ്യം കണ്ണു തുറന്ന ആ ഒരു ഷെഡിൽ അവിടെ വന്നിട്ട് അവളുടെ കയ്യിലുള്ള ഒരു തുണി മാറ്റി നോക്കുമ്പോൾ, അതായത് കെട്ടി വെച്ചേക്കുന്ന തുണി മാറ്റി നോക്കുമ്പോൾ അതിനകത്ത് നിറച്ചും പുഴുക്കളാണ്. ഇത് കണ്ട് അവൾ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു അപ്പാപ്പനെ ചെന്ന് കാണാണ്. അപ്പാപ്പൻ ആ ഒരു പ്രദേശത്ത് ആ വണ്ടിക്കകത്തുണ്ടായിരുന്നു. അപ്പാപ്പനെ പുറത്തോട്ട് വിളിച്ചു വരുത്തും. അപ്പാപ്പൻ വന്ന് അവളുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് സത്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ അപ്പാപ്പൻ അവളെ കണ്ടുപിടിച്ചപ്പോൾ അവൾക്ക് ജീവനില്ലായിരുന്നു. എന്തായാലും അങ്ങനെ ഒരു പെൺകുട്ടീനെ വെറുതെ വിടുന്നത് ശരിയല്ലല്ലോ. അവളെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവന്നു. എന്നാൽ അവളുടെ കൂട്ടത്തിൽ തന്നെ ഒരു സാത്താനും കൂടെ കയറി വന്നു, ഒരു പ്രേതം കൂടെ കയറി വന്നു. ഈ പ്രേതം മറ്റാരുമല്ല, മറ്റേ സൈക്കോകളുടെ മുതുമുത്തപ്പന്മാര് കൊന്നില്ലേ, ആ കൊന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. അയാളുടെ കുടുംബത്തോടെ കൊന്നതാണ്. ഇപ്പൊ അയാൾ പ്രതികാരം തീർക്കാനായിട്ടാണ് സോയിയുടെ ദേഹത്ത് കയറിയിരിക്കുന്നത്. സോയിയുടെ ലക്ഷ്യം അവന്മാരാണ്, അതുപോലെ തന്നെ അവളുടെ ഉള്ളിലുള്ള പ്രേതത്തിന്റെ ലക്ഷ്യം അവന്മാരാണ്. പിന്നെ സോയിക്ക് അധിക കാലമൊന്നും ജീവിക്കാനായിട്ട് പറ്റത്തില്ല. അവൾ ആരൊക്കെയാണോ ഉപദ്രവിച്ചത് അവന്മാരെ കൊന്നതിന് ശേഷം സോയി എന്തായാലും മരണപ്പെട്ടു പോകും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഈ അപ്പാപ്പൻ സോയിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. പിറ്റേ ദിവസം സോയി ഒരു ഷെഡിൽ വരത്തില്ലേ, ആ ഷെഡിന്റെ ഉടമസ്ഥരായിട്ടുള്ള ഒരു അമ്മുമ്മയും അതുപോലെ തന്നെ ഒരു അപ്പൂപ്പനും ഉണ്ട്. അവർക്കൊരു പട്ടിയുണ്ട്. ആ നായയാണെങ്കിൽ ആ അമ്മുമ്മേനെ വിളിച്ചുകൊണ്ട് പുറത്തോട്ട് വരും. അവര് പുറത്തോട്ട് വന്ന് നോക്കുമ്പോൾ രക്തം പുരണ്ട എന്തൊക്കെയോ ഡ്രസ്സൊക്കെ അവിടെ കിടപ്പുണ്ട്. ഇവർ എത്രയും പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ച് പറയാണ്. ഇത് ചെക്ക് ചെയ്യാനായിട്ട് ഷെരീഫ് അവിടെ വരും. ഷെരീഫ് വന്നിട്ട് ഷെഡാണ് ചെക്ക് ചെയ്യുന്നത്. ഷെഡ് ചെക്ക് ചെയ്യുമ്പോൾ വല്ലാത്ത മണമാണ്, വൃത്തികെട്ട മണമാണ്. അതായത് ബ്ലഡിന്റെ ഒക്കെ ഒരു മണം ഉണ്ടല്ലോ, അതാണ്. അതുമല്ല അയാൾക്ക് അവിടെ നിന്നൊരു മോതിരം കിട്ടുന്നുണ്ട്. അത് നമ്മുടെ സോയിയുടെയാണ്. എങ്ങനെയോ സോയിയുടെ കയ്യിൽ നിന്ന് ഊരിപ്പോയ ഒരു മോതിരമാണ്. അപ്പൊ ഇയാൾക്കും ചെറിയൊരു ഡൗട്ട് ആവുന്നുണ്ട്. ഇനിയിപ്പോ സോയി ആണെങ്കിലും ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോയിന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ ഒന്നും അറിയാനായിട്ട് പാടില്ല. രക്തമൊക്കെ കണ്ടെത്തിയതില്ലേ. എന്തായാലും ഇതും ചിന്തിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഈ ഷെരീഫിന്റെ വോക്കി ടോക്കിയിലോട്ട് ആരോ സംസാരിക്കുന്നത്. അതായത് ഒരു ബോഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, അമ്പും വില്ലും ഏറ്റിട്ടാണ് മരണപ്പെട്ടതെന്ന്. ഇതേ നേരം തന്നെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ആ ഹോട്ടൽ റൂമിലുണ്ട്. അവനാണെങ്കിൽ ആകെ വിഷമിച്ച് റൂമിലിരുന്ന് കരയാണ്. ഇവൻ കരയുന്ന കാര്യങ്ങളെല്ലാം സോയി പുറത്തു നിന്ന് കേൾക്കുന്നുണ്ട്. സോയിക്ക് മനസ്സിലായി ബോയ് ഫ്രണ്ടിന് ഒരുപാട് വിഷമമാണെന്ന്. പക്ഷേ ഇനി അവൾക്ക് ഒരിക്കലും അവന്റെ ജീവിതത്തിലോട്ട് ചെന്ന് കയറാനായിട്ട് സാധിക്കത്തില്ല. അവൾ കുറച്ചു കാലം കൂടി ജീവിക്കത്തുള്ളൂ. ഇപ്പൊ അവനാണെങ്കിൽ കരഞ്ഞു കഴിഞ്ഞിട്ട് കൈയൊക്കെ കഴുകി കണ്ണാടിയിൽ വന്ന് നോക്കുമ്പോഴായിരിക്കും കണ്ണാടിയിൽ എഴുതി വെച്ചേക്കുന്നത്, എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ട, നിനക്ക് വേറെ നല്ല ജീവിതം ഉണ്ടെന്ന്. ബോയ് ഫ്രണ്ടിന് മനസ്സിലായി, അതായത് സോയി ഇവിടെ ഉണ്ടെന്ന്. അവ എത്രയും പെട്ടെന്ന് തന്നെ സോയിനെ തിരക്കാനായിട്ട് ഡോറും തുറന്ന് പുറത്തിറങ്ങാനായിട്ട് നിൽക്കുമ്പോൾ കുറെ അവന്മാര് ഡോറും തകർത്ത് അകത്തോട്ട് കയറി വരികയാണ്. അത് മറ്റാരുമല്ല, ആ സൈക്കോകളാണ്. അവന്മാര് വന്നിട്ട് ബോയ് ഫ്രണ്ടിനെ പൊതിരെ തല്ലി അവനെ അടിച്ച് ബോധം കെടുത്തി അവിടെ നിന്ന് എടുത്തോണ്ട് പോവാണ്. ട്രക്കിലിട്ടിട്ടാണ് എടുത്തോണ്ട് പോകുന്നത്. എന്നാൽ സോയി വെറുതെ വിടുവോ? സോയി ഒരുത്തനാണെങ്കിൽ ട്രക്കിൽ കയറാനായിട്ട് വരുമ്പോൾ അവന്റെ നേരെ അമ്പും വില്ലും വിടും. അവന്റെ കഴുത്തിൽ തന്നെ വന്ന് തറച്ചിരിപ്പുണ്ട്. എന്തായാലും യവന്മാര് വിട്ടുകൊടുക്കത്തില്ല. എത്രയും പെട്ടെന്ന് തന്നെ ട്രക്ക് എടുത്തിട്ട് പോവാണ്. യവന്മാര് 3 പേരേ ഉള്ളൂ. അതുപോലെ തന്നെ ബോയ് ഫ്രണ്ടിനെ അടിച്ച് ബോധം കെടുത്തി ട്രക്കിന്റെ പിന്നിൽ ഇട്ടിട്ടുണ്ട്. സോയി വെറുതെ വിടത്തില്ല. ഈ ട്രക്കിന്റെ പിന്നാലെ ഓടിച്ചെല്ലാനായിട്ട് തുടങ്ങുകയാണ്. അവസാനം എങ്ങനെ
അങ്ങനെയൊക്കെ ഈ ട്രക്കിൽ ചാടി കയറുന്നുണ്ട്. ബാക്കിൽ ഒരുത്തൻ നിപ്പുണ്ടായിരുന്നു. അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അവനും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും കട്ടക്ക് പിടിച്ച് നിൽക്കുകയാണ്. അതായത് സമാസമം നിൽക്കുകയാണ്. അവസാനം അവൻ കത്തിയെടുത്ത് സോയിനെ പലതവണയായിട്ട് കുത്തുന്നുണ്ട്. പക്ഷേ സോയി മരണപ്പെടുന്നില്ല. സോയി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവന്റെ തല പിടിച്ചിൽ ഒറ്റ ഇടിയാണ്. അവന്റെ ബോധം കുറച്ചു നേരത്തേക്ക് നഷ്ടപ്പെട്ടു പോയി. അവനെ കൊല്ലാനായിട്ട് സോയി നിൽക്കുമ്പോൾ ഫ്രണ്ടിൽ വണ്ടി ഓടിക്കുന്നവൻ ഇത് കാണുന്നുണ്ട്. അവൻ വണ്ടി ചവിട്ടാണ്. നല്ലൊരു ചവിട്ട് ചവിട്ടുന്നുണ്ട്. ഈ ചവിട്ട് സോയിക്ക് താങ്ങാനായിട്ട് പറ്റിയില്ല. സോയി തെറിച്ച് ദൂരോട്ട് ചെന്ന് വീഴുന്നുണ്ട്. അതേപോലെ തന്നെ ഉമാര് വെറുതെ വിടാനായിട്ടും തയ്യാറാവുന്നില്ല. സോയിന്റെ നേരെ വണ്ടി ഇടിച്ച് കയറ്റുകയാണ്. സോയിയുടെ ദേഹത്തൂടെ വണ്ടി കയറി ഇറങ്ങുന്നുണ്ട്. യവന്മാര് വണ്ടി ഇടിച്ചിട്ട് ഒരു സൈഡിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. എന്നിട്ട് പിറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സോയി ആണെങ്കിൽ പതിയെ എണീറ്റ് വരുന്നുണ്ട്. അത് നിലവിളിച്ചിട്ടൊക്കെയാണ് എണീറ്റ് വരുന്നത്. അവളുടെ കൈയൊക്കെ ഒടിഞ്ഞു മടങ്ങിയിരിപ്പുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ആമാർക്ക് നല്ല പേടിയാവാണ്. ഈ പെങ്കൊച്ചിന് ഇത് എന്താ പറ്റിയെന്ന് അറിയത്തില്ല. അവന്മാര് പെട്ടെന്ന് തന്നെ ട്രക്ക് എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. അവന്മാരെല്ലാരും കൂടെ വരുന്നത് അവന്മാരുടെ ഒളിത്താവളത്തിലാണ്. അവിടെ വന്നിട്ട് ബോയ് ഫ്രണ്ടിനെ കെട്ടിവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴുത്തിൽ അമ്പുവില് ഏറ്റില്ലേ, അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല. പകരം അവിടെ ഇരുത്തിയൊക്കെയാണ്. അവ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പോൾ ഇവരാരും കേൾക്കത്തില്ല. അവന്റെ വെയിനിലൊന്നും കൊണ്ടില്ല, അതുകൊണ്ട് ചാവത്തില്ലെന്നാണ് ഈ സൈക്കോള് പറയുന്നത്. അതുപോലെ തന്നെ അങ്ങോട്ട് അമ്പും വില്ലുമായിട്ട് ഒരുതം മരിച്ചില്ലേ, അവന്റെ അച്ഛനെ വിളിച്ച് വരുത്തുന്നുണ്ട്. ആ അച്ഛനും ഒരു സൈക്കോയാണ്. അയാളും കുറച്ച് ആൾക്കാരും കൂടെ കുറെ അധികം ആയുധങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാരും കൂടെ പ്ലാൻ ഇടുകയാണ് സോയിനെ ഒരുമിച്ച് ആക്രമിച്ച് കൊല്ലാനായിട്ട്. കൊല്ലാനൊന്നും പറ്റത്തില്ല, അവൾ ആൾറെഡി മരണപ്പെട്ടതാണ്. ഇതേ നേരം സോയി എന്ത് ചെയ്യാന്ന് നോക്കിയാൽ അവൾ ഒരു സ്ഥലത്ത് വന്നിരിപ്പുണ്ട്. അവൾ നോക്കുമ്പോൾ അവളുടെ കൈ ഒടിഞ്ഞു മടങ്ങിയിരിക്കുകയാണ്. എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവൾ ആ കൈ നേരെയാക്കി വെച്ചിട്ട് അത് സെലോ ടേപ്പ് ഇട്ട് ചുറ്റാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ അവളുടെ വയറിലെല്ലാം നല്ല മുറിവ് പറ്റിയിട്ടുണ്ട്. അകത്തുള്ള കുടൽമാലയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് താഴെന്ന് കുറെ ചെളി കോരി വയറ്റിൽ വെച്ച് സെലോ ടേപ്പ് ചുറ്റുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ ഒരു മുത്തപ്പനകത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു മന്ത്രവാദിയാണ് കേട്ടോ. അതുപോലെ തന്നെ പുറത്തുള്ള കാലാവസ്ഥയൊക്കെ പെട്ടെന്ന് മാറുകയാണ്. മഴ പെയ്യുന്ന ഒരു അന്തരീക്ഷമായിട്ടുണ്ട്. പെട്ടെന്ന് സോയി തല കൊണ്ടുവന്ന് താഴെ ഇടിക്കുകയാണ്. താഴെ ഇടിക്കുന്ന നേരത്ത് അവളുടെ ഉള്ളിലുള്ള ആ സാത്താൻ പുറത്തു വരുന്നുണ്ട്. ആ സാത്താൻ പുറത്തു വന്നതും താഴെ നിന്ന് ഒരു കത്തി പൊന്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കോടാലിയും പൊന്തി വരുന്നുണ്ട്. അത് രണ്ടുമാണ് അവളുടെ ആയുധം. ഈ രണ്ട് ആയുധമാണ് ആ ഒരു പ്രേതം അവൾക്ക് കൊടുക്കുന്നത്. അവന്മാരെ നേരിടാനായിട്ട് ആ പ്രേതം അവൾക്കൊരു സമ്മാനം കൊടുത്തതാണ്. എന്തായാലും ആ ആയുധമൊക്കെ അവൾ എടുത്ത് വെക്കുന്നുണ്ട്. രാത്രിയാവുന്ന നേരത്ത് ബോയ് ഫ്രണ്ടിനെ അവന്മാർ അവിടെ പിടിച്ച് കെട്ടിവെച്ചിട്ടില്ലേ, ഈ ബോയ് ഫ്രണ്ടിനോട് നിന്റെ ഗേൾ ഫ്രണ്ടിനെ അങ്ങനെ ചെയ്തറാ ഇങ്ങനെ ചെയ്തറാ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുകയാണ്. ബോയ് ഫ്രണ്ട് ഇതൊക്കെ കേട്ട് ആകെ വിഷമപ്പെട്ട് കരഞ്ഞ് അവിടെ ഇരുന്ന് പോവുകയാണ്. ഇതേ നേരം തന്നെ ഷെരീഫ് ആണെങ്കിൽ ഇവന്മാര് താമസിച്ചിരുന്ന സ്ഥലത്ത് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ആ പയ്യൻ മാത്രമേ ഉള്ളൂ. ആ പയ്യനെ വിളിച്ച് പുറത്തോട്ടിറക്കിയിട്ട് അവനോട് കാര്യം ചോദിക്കും. ഈ പയ്യൻ പാവമാണെന്ന് ഷെരീഫിന് അറിയാം. അവന്മാര് പെൺകുട്ടീനെ വല്ലതും ചെയ്തോന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ അറിയാതെ തന്നെ സത്യം പറയാണ്. അവന്മാർ ആ പെൺകുട്ടീനെ ഒരുപാട് കഷ്ടപ്പെടുത്തി, ഒരുപാട് ഉപദ്രവിച്ചു എന്നൊക്കെ പറയാണ്. ഷെരീഫിന് കാര്യം മനസ്സിലായി, അവന്മാരാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന്. ഇതേ നേരം തന്നെ ബോയ് ഫ്രണ്ടിന് അവന്മാര് ടോർച്ചർ ചെയ്യാണ്, തോക്കിനിട്ട് അടിയാണ്. അവന്മാരെല്ലാരും കൂടെ നോക്കുമ്പോൾ കഴുത്തില് അമ്പും വില്ലുമായിട്ടവനെ കാണാനില്ല. അവൻ പുറത്തോട്ട് രക്ഷപ്പെട്ടു പോയെന്ന് അവർക്ക് മനസ്സിലായി. ഇവര് നോക്കുമ്പോൾ അവനാണെങ്കിൽ ഒരു കാർ എടുത്തിട്ട് ഹോസ്പിറ്റലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഇവന്മാരുടെ എല്ലാവരുടെയും കള്ളത്തരം പുറത്തു വരുമെന്ന് അവന്മാർക്കറിയാം. അതുകൊണ്ട് തന്നെ അവന്മാരെല്ലാരും കൂടെ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് അതിലുള്ള മെയിൻ സൈക്കോ ആണെങ്കിൽ തോക്കെടുത്തിട്ട് അവന് നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് പോവാണ്. പക്ഷേ അമ്പുമില്ല് ഏറ്റവും വണ്ടി ഓടിച്ച് പോകുന്ന നേരത്ത് തൊട്ട് ഫ്രണ്ടിലായിട്ട് സോയി വന്ന് നിൽപ്പുണ്ട്. സോയി അവന് നേരെ ഒരു കുന്തം വലിച്ചെറിയും കൂടെ ചെയ്യാണ്. ഈ കുന്തം വന്നിട്ട് അവന്റെ നെഞ്ചത്ത് തന്നെ കയറുന്നുണ്ട്. വണ്ടി കുത്തനെ മറിയാണ് കൺട്രോൾ തെറ്റിയിട്ട്. അവിടെ വെച്ച് തന്നെ അവൻ കത്തി നശിച്ചു പോകുന്നുണ്ട്. യവന്മാര് നോക്കുമ്പോൾ കൂട്ടത്തിലുള്ളവൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവനെ കൊല്ലാനായിട്ട് നിന്നെയാണ്. ഇതിപ്പോ ലാഭമായല്ലോ. പക്ഷേ സോയി അങ്ങോട്ട് വന്നിട്ടുണ്ട്. സോയിക്ക് നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്നാൽ സോയി എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി മാറിപ്പോവാണ്. എന്തായാലും യവന്മാരെല്ലാം പല വഴിക്ക് പിരിയുന്നുണ്ട്. പക്ഷെ സോയി വെറുതെ വിടത്തില്ല. ആദ്യം തന്നെ ഒരു വലിയ മുത്തപ്പനുണ്ടല്ലോ, അതായത് അമ്പും വില്ലും ഏറ്റു മരിച്ചവന്റെ അച്ഛൻ, അയാളെ തന്നെ ആദ്യം പിടിക്കുന്നുണ്ട്. അയാളെ പിടിച്ചിട്ട് തല നോക്കി കുത്തി കുത്തി കൊന്ന് അയാളുടെ തല പറിച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ അയാൾക്ക് ഒരു ആളൂടെ ഉണ്ടായിരുന്നല്ലോ, അയാളെയും അടിച്ചു കൊന്നു കളയാണ്. വളരെയധികം ബ്രൂട്ടലായിട്ടാണ് കൊന്നു കളയുന്നത്. ശബ്ദം കേട്ടിട്ട് മുടിയനോട് അങ്ങോട്ട് ഓടി വരും. മുടിയൻ ഓടി വന്ന് നോക്കുമ്പോൾ സോയിനെ കാണാനായിട്ടില്ല. എന്നാൽ രണ്ട് ഡെഡ് ബോഡി അവിടെ അങ്ങനെ കിടപ്പുണ്ട്. എന്തായാലും മുടിയന് നല്ല പേടിയാവുന്നുണ്ട്. അവൻ പതിയെ പതിയെ നടന്ന് ഒരു സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ അവന്റെ കൂടെ തന്നെ ഉള്ള ഒരുത്തനെയാണെങ്കിൽ അവിടെ കൊന്ന് കെട്ടി തൂക്കിയിരിക്കുന്നു. ഇത് കണ്ട് അവൻ ഞെട്ടി അങ്ങനെ വിറച്ച് നിൽക്കുമ്പോൾ അവന്റെ മുമ്പിലായിട്ട് സോയി അങ്ങനെ വന്ന് നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ സോയി അവനെ വന്ന് ആക്രമിക്കുന്നുണ്ട്. ഇവന്റെ നിലവിളി ശബ്ദം ആ ഒരു സൈക്കോയൂടെ കേൾക്കുകയാണ്. ഇനി ബാക്കിയുള്ള ആ ഒരു സൈക്കോ അവ എത്രയും പെട്ടെന്ന് തന്നെ ഓടി അവന്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ ഇവൻ അവിടെ കിടന്ന് പെടയുന്നതാണ് കാണുന്നത്. നോക്കുമ്പോൾ സോയി ആണെങ്കിൽ അവന്റെ ഹൃദയം പറിച്ചോണ്ട് വന്നിട്ട് അവന്റെ മുമ്പിൽ വെച്ച് തന്നെ അങ്ങ് തിന്നുകയാണ്. ഇത് കണ്ടിട്ട് ഇവൻ ഒന്നും ചെയ്യാൻ പറ്റാതെ സ്തംഭിച്ച് അങ്ങനെ നിന്ന് പോവാണ്. ഇവനൊരു കാര്യം മനസ്സിലായി, എന്തായാലും ഈ പ്രേതത്തിന്റെ കൂടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല എന്ന്. ഇവ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങി ഓടാനായിട്ട് തുടങ്ങുകയാണ്. പുറത്ത് വരുമ്പോഴാവട്ടെ ഇവനെ തേടിക്കൊണ്ട് ഷെരീഫ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഷെരീഫ് അവനെ നേരെ തോക്കെടുത്ത് കാണിച്ചിട്ട് അനങ്ങല്ലെന്ന് പറയും. എന്നാൽ അവനാണെങ്കിൽ പേടിച്ച കണക്ക് അഭിനയിച്ചിട്ട് ഷെരീഫിന് നേരെ തോക്കെടുത്ത് വെടിവെക്കുകയാണ്. ഷെരീഫ് അവിടെ തന്നെ കുഴഞ്ഞു വീഴുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ അവിടുന്ന് ട്രക്ക് എടുത്തിട്ട് പോവാണ്. ഇതേ നേരം സോയി അകത്താണെങ്കിൽ ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബോയ് ഫ്രണ്ടിന്റെ പിന്നിൽ അങ്ങനെ വന്ന് നിൽക്കുകയാണ്. സോയി അങ്ങനെ നിൽക്കുന്നത് ബോയ് ഫ്രണ്ടിന് ഫ്രണ്ടിലുള്ള ഒരു മിറർ വഴി കാണാനായിട്ട്
സാധിക്കുന്നുണ്ട്. അവൻ അവളോട് നല്ല സ്നേഹത്തിൽ സംസാരിക്കുമ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലാവുകയാണ്. ഇനി അവന്റെ ജീവിതത്തിൽ നിൽക്കുന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. അവനെ വീണ്ടും ഇനി വിഷമിപ്പിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ പതിയെ അവിടെ നിന്ന് മാറിപ്പോവാണ്. അവൻ പോവല്ലേ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ അവളെ കേൾക്കത്തില്ല. അവളുടെ ആ ഒരു കോലം കണ്ടിട്ട് അവന് തന്നെ സങ്കടമായി പോവാണ്. അവന്മാർ അത്രയും വലിയ ക്രൂരതയാണ് അവളോട് ചെയ്തത്. ഇതേ നേരം നേരത്തെ രക്ഷപ്പെട്ടു പോയ സൈക്കോ ആണെങ്കിൽ ആ ഒരു മന്ത്രവാദി മുത്തപ്പനെ വന്ന് കാണുന്നുണ്ട്. എന്നിട്ട് അയാളെ ഉപദ്രവിച്ചിട്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കും. കാരണം മന്ത്രവാദം ചെയ്യാതെ മരണപ്പെട്ട ഒരു പെൺകുട്ടി തിരിച്ചു വരത്തില്ലല്ലോ. ഇവിടെ മന്ത്രവാദം അറിയാവുന്ന ഒരു അപ്പൂപ്പൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവന് ഈ അപ്പൂപ്പനെ സംശയം. പക്ഷെ അപ്പൂപ്പൻ പറഞ്ഞു കൊടുക്കത്തില്ല. എന്നാൽ ഈ അപ്പൂപ്പൻ പറയുന്നുണ്ട്, നീ നിന്റെ മുത്തപ്പന്മാരും കൂടെ കുറെ ആൾക്കാരെ കൊന്നിട്ടുണ്ടല്ലോ, അതിലേതെങ്കിലും പ്രേതമായിരിക്കും നിന്നെയൊക്കെ വേട്ടയാടുന്നതെന്ന്. ഇവ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു മുത്തപ്പനെ കളഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങും. ഇതേ നേരം തന്നെ സോയി ആണെങ്കിൽ ഇവന്മാര് താമസിച്ചിരുന്ന വീട്ടിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ആ ഒരു പാവപ്പെട്ട പയ്യനാണെങ്കിൽ തലയിൽ തോക്ക് വെച്ച് ഷൂട്ട് ചെയ്ത് മരണപ്പെട്ട് കിടക്കുന്നു. അതുപോലെ തന്നെ തൊട്ട് സൈഡിലായിട്ട് ഇവരുടെ എല്ലാവരുടെയും അമ്മ കൂടെ ഇരിക്കുകയാണ്. അവർ കരഞ്ഞു വിളിച്ച് വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത്. അവരൊരു സൈക്കോയാണ് കേട്ടോ. എന്നാൽ ഈ പാവപ്പെട്ട പയ്യൻ മാത്രമാണ് പാവം. ബാക്കി എല്ലാം സൈക്കോയാണ്. എന്തായാലും സോയി ആ ഒരു സ്ത്രീയെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ആ സ്ത്രീ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ആ ഒരു സൈക്കോകൾക്ക് ജന്മം കൊടുത്തതേ ഉള്ളൂ. ഇതേ നേരം തന്നെ ബോയ് ഫ്രണ്ടിനെ കാണിക്കുവാണെങ്കിൽ ബോയ് ഫ്രണ്ടിനെ കുറച്ച് പോലീസുകാർ വന്ന് രക്ഷിച്ചിട്ട് ഹോട്ടൽ റൂമിൽ തിരിച്ചു കൊണ്ടുവന്ന് ഇരുത്തി ചോദ്യം ചെയ്യാണ്. എന്നാൽ ബോയ് ഫ്രണ്ടിന് കൃത്യമായിട്ട് അറിയത്തില്ല എന്റെ ഗേൾ ഫ്രണ്ട് ജീവനോടുണ്ട് എന്നൊക്കെ പറയാണ്. എന്നാൽ അവർക്കാർക്കും വിശ്വാസം വരുന്നില്ല. ഇതേ നേരം തന്നെ ആ ഒരു സൈക്കോ ആണെങ്കിൽ അവന്റെ വീട്ടിൽ വന്നിട്ട് ഇവൻ കുറെ അധികം തലയോട്ടികൾ വെച്ചില്ലേ, അതിലേതോ ഒരു പ്രേതമാണെന്ന് വിചാരിച്ചിട്ട് ആ തലയോട്ടികളെല്ലാം കൂടെ പറക്കിക്കൊണ്ട് വന്നിട്ട് കുഴിച്ചിടാനായിട്ട് പോകും. എന്നാൽ അതിലൊരു തലയോട്ടി കാണുന്നില്ല. അതായത് ഇവരുടെ മുത്തപ്പന്മാര് കൊന്ന ആ ഒരു തലവനെ കാണാനായിട്ടില്ല. അതായത് തലവന്റെ തലയോട്ടീനെ കാണാനായിട്ടില്ല. അപ്പൊ അതെവിടെ പോയെന്ന് നോക്കി നിൽക്കുമ്പോഴായിരിക്കും പിന്നിലൂടെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ സോയി ആണെങ്കിൽ ആ തലയോട്ടിയും കയ്യിൽ വെച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇവൻ വെറുതെ വിടത്തില്ല. അവന്റെ കയ്യിൽ തന്നെ ഒരു മരം മുറിക്കുന്ന മെഷീൻ ഉണ്ട്. ആ മെഷീൻ കൊണ്ടുവന്നിട്ട് അവളുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. എവളും ഇങ്ങനെ മാറി മാറി അവനിട്ട് വെട്ടയും കുത്തേക്ക് ചെയ്യുന്നുണ്ട്. അവസാനം എവളാണെങ്കിൽ അവനെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട്. എന്നിട്ട് അവനെ വെട്ടിക്കൊല്ലാനായിട്ട് പോകുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ ആ ഒരു ചെയിൻസോ എടുത്തിട്ട് അവളുടെ വയറ്റിലൂടെ കുത്തി ഇറക്കാണ്. അവളെ രണ്ടായിട്ട് മുറിക്കുകയാണ്. എന്നാൽ അവള് വെറുതെ വിടത്തില്ല. അവസാന നിമിഷത്തിലും അവൾ ആ ഒരു കോടാലി എടുത്തിട്ട് അവന്റെ തല വെട്ടി വെട്ടി എടുത്തിട്ട് താഴെ ഇടുകയാണ്. അതുപോലെ തന്നെ അവളുടെ ഉള്ളിൽ ആ ഒരു പ്രേതമുണ്ട്. ആ പ്രേതം ഉള്ളത് കൊണ്ടാണ് അവൾക്ക് ഇത്രയധികം ശക്തി കിട്ടുന്നത്. എമാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന നേരത്ത് ആ പ്രേതമായിരിക്കും പുറത്തു വരിക. ആ പ്രേതത്തിന്റെ ഫാമിലിനെയും എമാരുടെ മുത്തപ്പന്മാര് കൊന്നിട്ടുണ്ട്. ആ വൈരാഗ്യമാണ് ആ പ്രേതത്തിന് എമാരോടുള്ളത്. എന്തായാലും ആ ചോരയിലുള്ളതല്ലേ, വെറുതെ വിടുവോ? ഇല്ല. കുറെ നേരം കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങൾ നടന്ന സ്ഥലത്തോട്ട് നമ്മുടെ ബോയ് ഫ്രണ്ട് വരികയാണ്. ബോയ് ഫ്രണ്ട് വന്ന് നോക്കുമ്പോൾ സൈക്കോ ആണെങ്കിൽ അവിടെ ചത്ത് കിടപ്പുണ്ട്. അതുപോലെ തന്നെ തൊട്ട് സൈഡിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കാണ്. ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ സോയി ആണെങ്കിൽ കാലിന് താഴോട്ടില്ലാതെ, അതായത് അരയ്ക്ക് താഴോട്ടില്ലാതെ അങ്ങനെ വേദനിച്ച് മൂളി മൂളി കിടക്കുകയാണ്. ഇത് കാണുന്ന അവന് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവളുടെ ഈ അവസ്ഥ കണ്ടിട്ട് അവൻ തന്നെ തകർന്നു പോവാണ്. ഇവളെ എങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് ഒട്ടും ശരിയല്ല. അതുപോലെ അവൻ അറിയാം ഇവൾ എന്തായാലും ഒരു സാധാരണ മനുഷ്യത്തിയല്ല, എന്തോ ഒരു പ്രേതം ബാധിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇവളെ ഇങ്ങനെ ഇട്ട് അനുഭവിപ്പിക്കുന്നതിനെക്കാട്ടി നല്ലത് കൊന്നു കളയുന്നതാന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് കുറച്ച് പെട്രോൾ എടുത്തോണ്ട് വന്നിട്ട് അവളുടെ ദേഹത്ത് ഒഴിക്കുകയാണ്. എന്നിട്ട് അവിടെ ഒരു ബൾബ് ഉണ്ടായിരുന്നു, അത് അടിച്ചു പൊട്ടിച്ച് അവളുടെ ദേഹത്തോട് ഇടുമ്പോൾ ഒറ്റ കത്തലാണ്. അവള് കത്തി നശിച്ചു പോവാണ്. ഒറ്റ അടി തന്നെ മരണപ്പെടുന്നുണ്ട്. ഇതെല്ലാം കണ്ട് അവൻ ആകെ വിഷമിച്ച് അവിടെ നിന്ന് കരയുന്നുണ്ട്. എന്തായാലും അവൻ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ആ ഒരു മുത്തപ്പനാണ് ആ ശരീരം എല്ലാം മറവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിറ്റേ ദിവസമായിട്ടുണ്ട്. ആ മുത്തപ്പൻ വന്നിട്ട്, അതായത് മന്ത്രവാദി മുത്തപ്പൻ വന്നിട്ട് ബോയ് ഫ്രണ്ടിനെ സമാധാനപ്പെടുത്തും. പേടിക്കാനൊന്നുമില്ല, അവൾ ഈ ലോകത്ത് നിന്ന് പോയിട്ട് നല്ലൊരു ലോകത്ത് ഇനി ജീവിക്കാനായിട്ട് പോവുകയാണെന്ന്. എന്തായാലും ഇതും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.